നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യും, അതുപോലെ തന്നെ പല വെബ്സൈറ്റിലും പോകും. ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ചില ആപ്ലിക്കേഷൻസിൽ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ചില വെബ്സൈറ്റിൽ അത് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മളെ ഇമെയിൽ ഐ ഡി ഗൂഗിൾ അക്കൗണ്ട് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യേണ്ടി വരും. എന്നാൽ നമ്മളെ ഫോണിൽ മിക്കവാറും ആൾക്കാരുടെ ഫോണിൽ ഒരു ഗൂഗിൾ ഐ ഡി ഉണ്ടാവും. നമ്മളെ എല്ലാ ബാക്കപ്പുകളും എല്ലാ ഡാറ്റയും ആ ഗൂഗിൾ അക്കൗണ്ടിലേക്കായിരിക്കും ബാക്കപ്പ് എടുത്തിട്ടുണ്ടാകുക. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതെന്നല്ലാത്ത ചില പ്രത്യേക ആപ്ലിക്കേഷനിലൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു സെക്യൂരിറ്റി പ്രോബ്ലം ആണ്. അപ്പം ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യേണ്ട ആപ്ലിക്കേഷൻസ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കും. അതിന് നമുക്ക് ഫോണിൽ ഒരു സെക്കൻഡറി ഇമെയിൽ അങ്ങനത്തെ ആവശ്യത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കാം. എന്നാൽ നമുക്ക് ടെമ്പററി ആയിട്ട് ഒരു ഇമെയിൽ വേണം, താൽക്കാലികം ഒരാവശ്യത്തിന് മാത്രം. ഒരു ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാൻ നമ്മൾ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കുകയാണെങ്കിൽ ആ ഒറ്റ പ്രാവശ്യം ലോഗിൻ ചെയ്യാൻ വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കേണ്ടിയുള്ളൂ. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഇമെയിൽ ഐ ഡി എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ടെമ്പ് മെയിൽ. അതായത് ടെമ്പററി ആയിട്ട് സിംഗിൾ യൂസിന് നമുക്ക് ഒരു മെയിൽ ഐ ഡി ഉപയോഗിക്കാം. അതെവിടെയാണ് കിട്ടുക? അതിന് നമുക്ക് ടെമ്പ് മെയിൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതുകൊണ്ട് എന്താണ് ഉപയോഗം എന്ന് വീഡിയോ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കുക. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ നിന്ന് എങ്ങനെ ആ മെയിൽ എടുക്കാൻ നോക്കുക. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ വരിക. ഇതിന് പ്രത്യേകിച്ച് പെർമിഷനും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പേയ്മെൻറ്റ് മെത്തേഡൊക്കെ കാണിക്കുന്നത്, അതൊന്നും നോക്കണ്ട, അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇവിടെ ഇടത് ഭാഗത്ത് മേലെ ഒരു ഇൻറ്റു മാർക്ക് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്താൽ അതങ്ങ് പോവും. പിന്നെ ഇങ്ങനെയാണ് വരിക. ഇവിടെ ഒരു മെയിൽ ഐ ഡി ഉണ്ടാവും, മേലെ ചേഞ്ച് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ചേഞ്ച് കൊടുത്താൽ ഇത് മാറി വേറെ വരും. അങ്ങനെ റാൻഡമായിട്ട് നമുക്ക് ഇങ്ങനെ മാറ്റി 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 ഉപയോഗിക്കുകയും ചെയ്യാം. ഈ മെയിൽ ഐ ഡി ഇതൊന്ന് മാറ്റി വെക്കുക. അങ്ങനെ കാണാമല്ലോ, ചേഞ്ച് കൊടുത്ത് കണ്ട അത് മാറി വേറെ മെയിൽ ഐ ഡി വന്ന്. ഇങ്ങനെയുള്ള ഏത് മെയിൽ ഐ ഡിയും നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ കോപ്പി എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും. ഇവിടുന്ന് നമുക്കിത് കോപ്പി ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ ലോഗിൻ ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ എഴുതിയെടുത്തിട്ട് നമുക്ക് എവിടെയാണോ ഉപയോഗിക്കേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് എഴുതി കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇങ്ങനെ നമ്മൾ മെയിൽ ഐ ഡി കൊടുക്കുന്നേരം മിക്കവാറും എന്തെങ്കിലും കൺഫർമേഷൻ കോഡ് ഒക്കെ ഈ മെയിൽ ഐ ഡിയിലേക്ക് വന്നാലാണ് നമുക്ക് ഉപയോഗിക്കാനാകുക. അങ്ങനെയുള്ള കൺഫർമേഷൻ കോഡ് എവിടെയാണ് വരിക? ഇതിലേക്ക് പെർഫെക്റ്റ് ആയിട്ട് സെൻഡ് ആകുമോ? ഇങ്ങനെയൊക്കെയുള്ള സംശയം ഉണ്ടാവും. അതിന് നമുക്ക് ഇതിലേക്ക് ഒരു മെയിൽ സെൻഡ് ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ മെയിലിൽ നിന്ന് ഇതിലേക്കൊന്ന് സെൻഡ് ചെയ്ത് നോക്കുക. എൻ്റെ മെയിൽ തുറന്നിട്ട് കമ്പോസ് എന്നുള്ളിടത്തിൽ ഇതാ ടു അഡ്രസ്സിൽ ഞാൻ ആ മെയിൽ ഐ ഡി പേസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ അവിടെ നിർത്ത മെയിൽ ഐ ഡി ഞാനിവിടെ പേസ്റ്റ് ചെയ്ത്. ഇനി എന്തെങ്കിലും ഒന്ന് അയക്കണമല്ലോ, ജസ്റ്റ് ഒരു ഹായ് കൊടുക്കുക. ഒരു ഹായ് ഇട്ടിട്ട് ഞാൻ ആ മെയിൽ സെൻഡ് ചെയ്ത് ഇവിടെ അത് സെൻഡ് എന്ന് കാണിക്കുന്നുണ്ട്, സെൻഡായി. ഇനി നമുക്ക് ആ മെയിലിലേക്ക് വന്നിക്കോ നോക്കണ്ടേ? അത് എവിടെയാ നോക്കുക? നമുക്ക് ടെമ്പ് മെയിൽ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ താഴെ കുറച്ച് ടാബുകളിലെ അതിൻ്റെ കൂട്ടത്തിൽ ഇൻബോക്സ് എന്നുള്ളൊരു ടാബ് ഉണ്ട്. അവിടെ വന്ന് കിടക്കുന്നത് കണ്ടോ, ചുവന്ന മാർക്ക്, ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. കണ്ടോ, നമ്മൾ അയച്ച ആ മെയിൽ ഹായ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന നേരം അതിൻ്റെ കൺഫർമേഷൻ കോഡും ഈ ഇൻബോക്സിൽ വന്നോളും. ഇവിടെ നിന്ന് നമുക്കെടുത്ത് ഉപയോഗിക്കാം. സംഭവം പൊളിയല്ലേ? ചില സമയത്ത് ഇത് വളരെ ഉപകാരമാണ്. എന്താ വെച്ചാൽ നമ്മൾ പ്രൈമറി മെയിൽ ഐ ഡി ഉപയോഗിക്കാണ്ട് ടെമ്പററി ആയിട്ട് നമുക്ക് ഒരു മെയിൽ ഐ ഡി സിംഗിൾ യൂസിനൊക്കെ ഉപയോഗിക്കാൻ ഇങ്ങനത്തതാണ് നല്ലത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മാപ്പ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.